ഒരു പടച്ചോനില്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ടേ? നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഹേബൽ അൻവർ എന്നൊരു 13 വയസ്സുകാരനെ പറ്റിയിട്ട്. അമേരിക്കയിലെ ഗ്രാവിറ്റേഷൻ ഫിസിക്സിൽ പ്രബന്ധം അവതരിപ്പിച്ച് ജോർജ് മേസൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്കോളർഷിപ്പ് കരസ്ഥമാക്കി വാർത്താ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന, സ്വയം രൂപകൽപ്പന ചെയ്ത കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ വെറും രണ്ടാം ക്ലാസ് വരെ മാത്രം സ്കൂൾ പഠിച്ചിട്ടുള്ള ഹേബൽ അൻവർ അവന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തെക്കുറിച്ച്. അവൻ്റെ കഴിവ് ചില്ലറയല്ല കേട്ടോ. വീഡിയോസൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. പറയുന്ന ഇംഗ്ലീഷൊക്കെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷാണ്, പക്ഷെ അത് കേട്ടിരിക്കാനൊരു സുഖമാണ്. ആ കുട്ടിയെ ഇനി എന്തെങ്കിലും മാനസിക രോഗമാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡിപ്രഷനാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ പല ഡോക്ടർമാരും കാണിച്ചു എന്നാണ്, ഹേബലിൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ. അതിനിടയിലാണ് ഈ സ്കോളർഷിപ്പ് അവന് കരസ്ഥമാക്കുന്നത്. അത്ഭുതപ്പെട്ടു പോയി അല്ലേ? കേരളക്കര ഒന്നടങ്കം അത്ഭുതപ്പെട്ടു പോയി. ആ പയ്യൻ്റെ കഴിവ് അപാരം. അള്ളാഹു ഉന്നതങ്ങളിൽ എത്തിക്കട്ടെ. അവനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, മോനെ, നിൻ്റെ ഈ പഠനത്തിൽ നീ ദൈവത്തെ കണ്ടെത്തിയിട്ടുണ്ടോ? ദൈവത്തെക്കുറിച്ച് നിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെ? അപ്പോൾ പറയുന്നൊരു മറുപടി ഉണ്ട്, ഭൂമി അതൊരു അത്ഭുതമാണ്. അത് ഓർബിറ്റിനോട് അടുത്തായിരുന്നെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും തണുത്ത് വിറച്ചു പോയേനെ. അത് കുറച്ച് തെന്നിമാറി സൂര്യനോടടുത്താണെങ്കിലോ എല്ലാം കരിഞ്ഞു പോയേനെ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഇതിനെ സംരക്ഷിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് പടച്ചോൻ. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ, പരിശുദ്ധ ഖുർആൻ അല്ലേ? അതുപോലെ തന്നെ ഭൂമിയിലുള്ള ജീവജാലങ്ങൾ അതിവിടെ ജീവിക്കണമെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന ഒരു ശക്തിയുണ്ട്, ജീവിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് പടച്ചോനാണ്. അതിന് ദൈവം ഏത് കൺസെപ്റ്റ് നിങ്ങൾ കൂട്ടിയാലും ഒരു സൃഷ്ടാവുണ്ടെന്നാണ് അവൻ്റെ കണ്ടെത്തൽ. അപ്പോൾ ഇതൊക്കെ എത്തിസ്റ്റുകൾക്കൊക്കെ അറിയാം. എല്ലാ എത്തിസ്റ്റുകൾക്കും പിന്നെ സകല മോരാച്ചി എക്സ് മറ്റേ ടീമിനൊക്കെ അറിയാം. പക്ഷെ എന്താണ് വയറ്റിപ്പഴപ്പ്, മറ്റുള്ളവരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് സത്യത്തെ നിഷേധിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അതങ്ങനെ അവർ തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങളങ്ങനെ തുടരണം. കാലങ്ങളായിട്ട് അല്ലേ പലരും തുടർന്ന സംഗതിയാണ്. അത് നിങ്ങളും തുടർന്നുകൊണ്ടിരിക്കണം. എങ്കിൽ പോലും കുറഞ്ഞ ആളുകളെ മാത്രമേ നിങ്ങൾക്ക് വഴിവഴപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ലോകത്തിന് നിലനിൽപ്പുള്ളത് ഇതിനെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തി, ഇതിനെ സംരക്ഷിക്കുന്ന ഒരു ശക്തി ഉള്ളത് കൊണ്ടാണെന്ന് ലോകത്തിൽ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു സത്യമാണ്.